Hello friends, welcome to my YouTube channel Haru and Tanu. എൻ്റെ അടുത്തുള്ള അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലകളുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണിത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അഗ്ലോണിമ അധികം കെയർ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. അഗ്ലോണിമാസ് നമുക്ക് യൂഷ്വലി ലോ ലൈറ്റ് കണ്ടീഷനിൽ വളരുന്ന ചെടിയാണ്. അതായത് നമുക്ക് അത് ഇൻഡോറും വയ്ക്കാവുന്ന ചെടിയാണ്. ഇടയ്ക്ക് ഒന്ന് പുറത്തെടുത്ത് വെയിൽ കൊള്ളിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ മഞ്ഞച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ നമ്മൾ അഗ്ലോണിമാസ് ഇൻഡോറായിട്ടാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് പുറത്തെടുത്ത് വെച്ച് ഇളം വെയിൽ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് എൻ്റെ അടുത്തുള്ള രണ്ടാമത്തെ അഗ്ലോണിമ പ്ലാന്റ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ 2 ചെടികളും ഞാനിപ്പോൾ നട്ടിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഈ ചെടിയുടെ 2 കടയാണ് ഞാൻ നട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ധാരാളം കടകൾ പുതിയതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. സ്ലോ ഗ്രോവർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ. വളരെ പതുക്കെയാണ് ഇതിൻ്റെ വളർച്ച. അപ്പോൾ 1.5 വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു ചെടിയാണ് അഗ്ലോണിമ. നമ്മൾ യൂഷ്വലി ചെടികൾക്ക് ഓവറായിട്ട് കെയർ ചെയ്യുമ്പോൾ, അതായത് ഓവറായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അധികമായിട്ട് വെള്ളം കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെടികൾ ചീഞ്ഞു പോകുന്നത്. അഗ്ലോണിമാസും അങ്ങനെ തന്നെയാണ്. ഓവർ വാട്ടറിങ് കാരണം അഗ്ലോണിമാസ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇലകൾക്ക് മഞ്ഞപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം, മാക്സിമം 3 പ്രാവശ്യം മാത്രം വെള്ളമൊഴിച്ചാൽ മതി. കേരളത്തിലെ ഒരു കാലാവസ്ഥയിലാണ് ആഴ്ചയിൽ 3 പ്രാവശ്യം വെള്ളമൊഴിക്കാമെന്ന് പറഞ്ഞത്. ചെടി നട്ടിരിക്കുന്ന മണ്ണ് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഇലകളുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇലകളിലുള്ള ഡേർട്ടും ഡസ്റ്റും ഒക്കെ പോയിട്ട് നല്ല ഷൈനി ആയിട്ട് നമുക്ക് ഇലകൾ കിട്ടും. നമ്മളിപ്പോൾ ഇൻഡോറാണ് ചെടികൾ വച്ചേക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഒരു വാട്ടർ സ്പ്രേയർ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഷൈനി ആയിട്ടുള്ള ലീവ്സ് കിട്ടും. അധികം ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇഷ്ടമില്ലാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ ചെടി നട്ടു കൊടുക്കാം. അടുത്തതായിട്ട് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ 100% ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂഷ്വലി ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ആദ്യത്തേത് കിച്ചൺ വേസ്റ്റ് മാനുവറാണ്. ഇതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തത് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഒട്ടും തന്നെ പണച്ചെലവില്ലാത്ത ഒരു നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി, സവോള, അതിൻ്റെയൊക്കെ തൊലി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് 3 ദിവസത്തിന് ശേഷം അതരിച്ച് നമുക്ക് ഈ ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റൊന്ന് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടിയുള്ളൊരു മിശ്രിതമാണ്. ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടും നമുക്ക് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. അതായത് കഞ്ഞിവെള്ളം 2-3 ദിവസം പുറത്ത് വച്ചേക്കാം. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സൊക്കെ 2 ആഴ്ച കൂടുന്തോറും ഒരിക്കൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഡിറ്റർജൻറ്റ് ബോട്ടിലിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പ്രേ ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു സ്പ്രേ ബോട്ടിലാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കടയാണ്. ഇതുപോലത്തെ ഒരു കട നമുക്ക് മറ്റൊരു ചെടിച്ചട്ടിയിൽ നട്ടിട്ട് പുതിയ ചെടി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. യൂഷ്വലി നമ്മൾ നഴ്സറിയിൽ പോയിട്ട് അഗ്ലോണിമ പ്ലാന്റ്സിന് റേറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ പ്ലാന്റ്. അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്താലും കുറച്ച് എക്സ്പെൻസീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു കട കിട്ടുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെടിച്ചട്ടിയിൽ ഒന്ന് നട്ട് നോക്കുക. എളുപ്പം തന്നെ
നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.